വോട്ട് പിടിക്കാൻ ഇതല്ല സാധാരണ നിങ്ങളെ പോലത്തെ പ്രവർത്തകർ വോട്ട് പിടിക്കാൻ പോകുമ്പോൾ തളിപ്പറമ്പ് നഗരസഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് വിവാദ ചുഴിയിൽ. ചടങ്ങിനായി ഒരുക്കിയ അമിത സന്നാഹങ്ങളും നിയന്ത്രണങ്ങളെയും കുറിച്ചുള്ള ഒരു കൂട്ടം യുവാക്കളുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചാ വിഷയം. നാളെ ഞായറാഴ്ചന്റെ പരിപാടി മുനിസിപ്പലിന്റെ പരിപാടിക്ക് പങ്കെടുക്കും. അങ്ങനെ എല്ലാവർക്കും പരിപാടിക്കെല്ലാം പോകാൻ പറ്റുമോ? പരിപാടിക്ക് പോകണം പാസ്സെല്ലാം വേണമെന്നല്ല പറയുന്നു. അങ്ങനെ പാസിന്റെ പ്രശ്നങ്ങളുണ്ടാ? അങ്ങനെ നാളത്തെ പ്രോഗ്രാമിന്റെ പാസ് വേണല്ലോ. ജനപ്രതിനിധികൾ അധികാരമേൽക്കുന്ന പൊതുചടങ്ങിനെ സ്വകാര്യ പരിപാടിയുടെ മാതൃകയിൽ പാസ് ഏർപ്പെടുത്തി നിയന്ത്രിക്കാനുള്ള നീക്കത്തെ വിമർശിക്കുന്ന വീഡിയോ ആണ് തരംഗമാകുന്നത്. പ്രത്യേകം സജ്ജമാക്കിയ ഹാളിൽ വൻ സന്നാഹത്തോടെയാണ് തളിപ്പറമ്പ് നഗരസഭ ചടങ്ങൊരുക്കിയിരിക്കുന്നത്. ഹാളിലേക്ക് പ്രവേശിക്കാൻ മുൻകൂട്ടി വിതരണം ചെയ്ത പാസ് നിർബന്ധമാക്കിയതാണ് പ്രധാന ചർച്ചാ വിഷയം. നാളെ എത്ര മണിക്കാണ് സത്യപ്രതിജ്ഞ? 10 മണിക്കല്ലേ? 10 മണിയാണ് പറഞ്ഞേ. 10 മണി വമ്പൻ സംഭവം കിട്ടോ. ഭയങ്കര പന്തലും കാര്യങ്ങളിലും ഭയങ്കര സെറ്റപ്പ്. ഇതൊരു VIP പാസ്സാണ്. തിരഞ്ഞെടുക്കപ്പെട്ട കൌൺസിലർമാർ ക്ഷണിച്ചെത്തുന്നവരെ പോലും അകത്ത് പ്രവേശിപ്പിക്കാതെ പുറത്ത് LED വാളിലൂടെ ചടങ്ങ് കാണാനാണ് ഉദ്യോഗസ്ഥർ സൗകര്യമൊരുക്കിയത്. ഇതോടെ സാധാരണ ജനകീയ ഉത്സവമായി നടക്കാറുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉദ്യോഗസ്ഥർ ഹൈജാക്ക് ചെയ്തെന്ന ആക്ഷേപം ശക്തമായി. സംഭവം വിവാദമാവുകയും മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ വിശദീകരണം തേടുകയും ചെയ്തതോടെ ഉദ്യോഗസ്ഥർ ന്യായീകരണവുമായി രംഗത്തെത്തി. പാർട്ടി പ്രവർത്തകരായ ആരെയും തടയില്ലെന്നും പാസ് വിശിഷ്ട അതിഥികൾക്കും കൌൺസിലർമാർക്കും മാധ്യമ പ്രവർത്തകർക്കും നിശ്ചയിച്ച സീറ്റുകൾ തിരിച്ചറിയാൻ മാത്രമാണെന്നുമാണ് പുതിയ വിശദീകരണം. എന്നാൽ ചടങ്ങിന്റെ തുടക്കത്തിൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നത് വിവാദങ്ങളിൽ നിന്ന് തടിയൂരാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണെന്നാണ് ആക്ഷേപം. വോട്ട് പിടിക്കാൻ ഇതല്ല സാധാരണ നിങ്ങളെ പോലത്തെ പ്രവർത്തകർ വോട്ട് പിടിക്കാൻ പോകുമ്പോൾ കോഴിക്കോട് നിന്നെത്തിച്ച പ്രത്യേക ടെന്റ് ഉപയോഗിച്ചാണ് താൽക്കാലിക ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനായി വലിയ തുക ചെലവഴിക്കുന്നതും വിവാദത്തിന് ആക്കം കൂട്ടുന്നു. പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്നതിന് തൊട്ടുമുമ്പുണ്ടായ ഈ പാസ് വിവാദം സുഗമമായ തുടക്കത്തിന് കല്ലുകടിയായിരിക്കുകയാണ്. എന്തു തന്നെയായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ തന്നെയാണ് വോട്ടർമാരുടെ തീരുമാനം. കൊടുക്കണം.